കോൺഷ്യസും സബ് കോൺഷ്യസും അൺകോൺഷ്യസും ആയിട്ടുള്ള എല്ലാത്തിനെയും ചേർന്നാണ് അവബോധം എന്ന് പറയുന്നത്. എന്തായിട്ട് മാറും? നമ്മൾ ശരിക്കും യോഗിയായിട്ട് മാറും. ഈ അവബോധത്തിന്റെ പ്രവാഹമാണ് മനുഷ്യന്റെ ജീവിതം. ഈ അവബോധം കൂടിയാവുന്ന എല്ലാ നോളജും ഉണ്ടാവും. അവബോധം കുറഞ്ഞാലോ അത് ഡിസീസിലേക്ക് നിർത്തുകയും ചെയ്യും. നമ്മൾ മറ്റ് മനുഷ്യരെ നോക്കൂ, എത്രയാണ് നമ്മുടെ ആയുസ്? പഴയ ശാസ്ത്രം തോന്നുന്നു ജ്യോതിഷമൊക്കെ എത്ര വയസ്സാണ് കണക്കാക്കുന്നത് അറിയാം? 120 വയസ്സ്. ചില ശാസ്ത്രങ്ങൾ 100 അപ്പൊ ആർക്കൊക്കെ യോഗ ചെയ്യാൻ പറ്റുക? ബാലകർക്ക് പറ്റും അല്ലെ? ബാലകോ വൃദ്ധോ, ബാലകോ യുവോ വൃദ്ധോ രോഗപീഡിതോ, രോഗം വന്ന് കിടന്ന ആളായാലും പ്രാപ്നോതി ആരോഗ്യം കരോതി യോഗ, അവർക്ക് എന്തുണ്ടാവും? ആരോഗ്യം ഉണ്ടാവും. എങ്ങനെയാണ്? കരോതി യോഗ, യോഗ ചെയ്താൽ. ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, ഇമ്പാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് യോഗയുടെ ഡെഫിനിഷന് മാത്രമാണ് അല്ലേ? അപ്പൊ യോഗ ചെയ്യുന്നതിനാണ് അവയർനെസ് കൂട്ടാനാണ്. എത്ര അവയർനെസ് ഉണ്ട് നമുക്ക്? എന്തിനാണ് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ പറയുന്നത്? 3 ഡയമെൻഷനില് മൂവ് ചെയ്യുന്നതാണ് ഡയഫ്രം അല്ലെ? ഡയഫ്രത്തിന് ചുറ്റും ഒരുപാട് റെസ്പോണ്ടേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇവിടുന്ന് ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇൻഫർമേഷൻ ഫെച്ച് ചെയ്ത് ബ്രെയിനിൽ എത്തിക്കുന്ന ഘടകങ്ങളുണ്ട്. അതേപോലെ ഈ ഭാഗം, വയറിന്റെ ഈ ഭാഗം മെസൻഡേ എന്നറിയപ്പെടുന്ന ഏറ്റവും പുതിയ അവയവമാണ്. ഇപ്പോൾ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ലാസ്റ്റ് ഫൈൻഡിങ് ആണ്, 1.5 വർഷത്തിന് മുമ്പേ ഫൈൻഡിങ് ആണ് ഈ പൊക്കിളിന് ചുറ്റുമുള്ള ഒരു അവയവം അല്ലെ? അതിന്റെ വരുന്ന മെസൻഡേ, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ സാഡ് ആയി കഴിഞ്ഞാലോ വിഷമം ഉണ്ടെങ്കിലോ ബെല്ലി ബ്രീത്തിങ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറും. ശരിക്കും ബെല്ലി ബ്രീത്തിങ് ചെയ്യുന്ന ആളിന് എന്തുണ്ടാവില്ല? മാനസിക ആഘാതങ്ങൾ ഉണ്ടാവില്ല. ചിത്തവൃത്തി നിരോധിക്കാനും പറ്റും അല്ലെ? ഒരുപാട് ഡെഫിനിഷൻസ് ചെയ്താൽ മതി, ജസ്റ്റ് ബെല്ലി ബ്രീത്തിങ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എത്ര പേരാണ് ശരിക്കും ആങ്ഷ്യസ് ആയ ആൾക്കാർ എത്ര പേരുണ്ട്? ചില ആൾക്കാർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള വൃത്തികൾ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടൂളാണ് യോഗ. എങ്ങനെ നിരോധിക്കുന്നത് ചോദിച്ചാൽ ഇതിനകത്തുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ അത് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വ ഗുരുക്കന്മാരും അവിടെ മതിയാക്കിയിട്ട് പോകും. ഇതെങ്ങനെയാ ഫങ്ഷൻ ചെയ്യണമെന്ന് അറിയില്ല അല്ലെ? അപ്പൊ നമ്മളെ പോലുള്ള ആർക്കും നന്നായിട്ട് അറിയാതെ എങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത്, എന്താണ് എന്റെ കുഴപ്പം, എന്താണ് എന്റെ ഗുണമെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ വിരൽ അനക്കുന്നതിന് പോലും ശ്വാസം എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ പ്രഷർ ഡിഫറൻസ് അകത്ത് വരുന്നുണ്ട്, അതിൻ്റെതായ ഇമ്പാക്ട് വരുന്നുണ്ട്, നമ്മുടെ ബോധം മാറുന്നുണ്ട്, അബോധം മാറുന്നുണ്ട്, പ്രാണശക്തിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ സീരിയസ് ആയ ഒരുപാട് കാര്യങ്ങൾ. 7,20,000 ന്യൂറോ കണക്ടിവിറ്റിക്ക് ചേഞ്ച് വരും. അപ്പൊ ഇത് ആർക്കെങ്കിലും എവിടെയാണ് മെഡിക്കൽ സയൻസ് ഫെയിൽ ആവുന്നത്? കമ്പ്യൂട്ടേഴ്സ് എവിടെയാണ് ഫെയിൽ ആവുന്നത്? 7,20,000 ഇവന്റ്സ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സൈമൾട്ടേനിയസ്ലി ആർക്കില്ല? ഒരു ആളിനുമില്ല അല്ലേ? അപ്പോ എന്തുകൊണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ 99.999% കാര്യങ്ങൾ അറ്റോമിസിറ്റി ഉള്ളതല്ല അല്ലെ? വളരെയധികം കാര്യങ്ങൾക്ക് എന്തില്ല? അറ്റോമിസിറ്റി ഇല്ല. അറ്റോമിസിറ്റി ഉണ്ടെങ്കിലേ പരിശോധിക്കാൻ പറ്റുള്ളൂ അല്ലെ? അതിനെ ഡിസൈഡ് ചെയ്ത് അതിനകത്തേക്ക് കയറി നോക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെ, ഫിസിക്കലി അതിന് എന്തെങ്കിലും കാരണം വേണ്ടേ? അപ്പൊ അതില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അതെല്ലാം എനർജീസ് ആണ് അല്ലെ? എല്ലാം ഫ്രീക്വൻസീസ് ആണ്, എനർജീസ് ആണ്, വേറെ രൂപത്തിലുള്ള സാധനങ്ങളാണ്. ഇതിനെ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനോ പരിശോധിക്കാനോ മാർഗമുണ്ടോ? ഒരു മാർഗവുമില്ല. അവിടെയാണ് റിയൽ പ്രജ്ഞാനം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പ്രജ്ഞാനം എന്താണ്? യജ്ഞാനം പ്രകർഷേണ വർത്തതേ. നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ജ്ഞാനമാണോ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? തജ്ഞാനം പ്രജ്ഞാനം. അതേ ജ്ഞാനമാണ് പ്രജ്ഞാനം. അപ്പൊ നമ്മളെ പഠിപ്പിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് ആണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ ഡോക്ടറുടെ കോൺഷ്യസ്നസ് ഇമ്പ്രൂവ് ചെയ്യാതെ, ബോധം ഇമ്പ്രൂവ് ചെയ്യാതെ ഡോക്ടർ ആകത്തില്ല. വൈദ്യന്റെ ബോധം പോലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആരാണ് ശരി ആരാണ് തെറ്റാണെന്ന് നമ്മൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സിമ്പിൾ മൈൻഡഡ് ആയിട്ട് നോക്കുമ്പോൾ അതിന് ആൻസർ ഇല്ലെങ്കിൽ എന്ത് പോകും? നമ്മളെ ലോജിക്കൽ മൈൻഡിലേക്ക് പോകും. ലോജിക്കൽ മൈൻഡിന് ആൻസർ ഇല്ലെങ്കിൽ എവിടെ പോകും? ഒരു സയന്റിഫിക് മൈൻഡിലേക്ക് പോകും, സയന്റിഫിക് ആസ്പെക്ട്സിലേക്ക് പോകും. അവിടെ നമ്മൾ ഫെയിൽ ആകുമ്പോൾ അവിടെ പോകും. സയൻസ് ഫെയിൽ ആകുമ്പോൾ അവിടെ പോകും,
ദ വിസ്ഡം ഉള്ള സ്ഥലത്ത് പോകും, അല്ലെ? യോഗിക് വിസ്ഡം. അപ്പൊ യോഗ എത്രയോ മുകളിലാണെന്ന് മനസ്സിലായോ? നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ആൻസർ കിട്ടുന്നില്ല, അല്ലെ? രണ്ടാമത് എവിടെ പോവുക? നമ്മൾ വല്ല അക്കാഡമിക്സിന്റെ അടുത്ത് പോകും, അക്കാഡമിക് വെർഷനിലേക്ക് പോകും. അക്കാഡമിക് ചിന്തകളെല്ലാം ഉണ്ടോ? അക്കാഡമിക്സ് ഏരിയയിലെല്ലാം പറയുന്നുണ്ടോ? അവിടെയില്ല. പിന്നെ എവിടെ പോകും? നമ്മള് സയൻസ് വല്ലതും പറയുന്നുണ്ടോ? സയന്റിഫിക് ആയിട്ട് വല്ല കാര്യങ്ങൾ അതിനകത്തുണ്ടോ? അവിടെയില്ല. ഇപ്പൊ ഡോക്ടർ അവിടെ തീർന്നു. വിസ്ഡം ഉള്ള ആൾക്കാരെ അതിനും പറയുന്നുണ്ടോ? അല്ലെ? അങ്ങനെ അന്വേഷിക്കാറില്ലേ എല്ലാം തകരുമ്പോഴും? ഇപ്പൊ നമ്മുടെ പഴയ സ്പീക്കർ പറഞ്ഞ പോലെ വിശ്വാസവും സയൻസും, അല്ലെ? എന്താണ് വിശ്വാസം, എന്താണ് സയൻസ്? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച്, നമ്മൾ പോയ വഴികളെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. സയൻസ് എന്താണ്? 50% അയൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വളർച്ച മാറും എന്നുള്ള കണ്ടുപിടുത്തമാണ്. ഇന്നലെ കഴിച്ച ഒരു ടാബ്ലറ്റും ഇന്നില്ല, നാളെ ഉണ്ടായില്ല, എല്ലാം അബ്സലറ്റ് ആയി, അല്ലെ? എല്ലാം മാറ്റി. ഇപ്പൊ വീണ്ടും പുതിയ സാധനം വരും, പുതിയ റിസർച്ച് ചെയ്യും. 50% 51% ആണെങ്കിൽ സയൻസ് ആയി, 50 താഴെയാണെങ്കിൽ സയൻസ് അല്ല, നോൺ സയൻസ് ആയി. ശരിയാണോ? ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്ലേ ആണ് സയൻസിനെ ഇത് ചെയ്യുന്നത്. അല്ല റിയലി എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാ, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഉണ്ടോ? ഇല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ 99% ഇവന്റ്സ് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഇവന്റ്സില് സയൻസിന് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ എന്തുള്ളൂ ആൻസർ ഉള്ളൂ. ബാക്കിയെല്ലാം എന്തുണ്ട്? ഒരു വെർഷൻ കൂടിയ ആൾക്കാര്, വിസ്ഡം കൂടിയ ആൾക്കാർക്ക് ആൻസർ ഉള്ളൂ. അത് വൈദ്യനായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഗൈനക്കോളജിസ്റ്റ് ആയാലും. എനിക്കൊരു ഗൈനക്കോളജി ഈ ഏരിയ ഉള്ളതാണ്, പേര് ഞാൻ പറയുന്നില്ല. മകനെ യോഗ, നമ്മള് സ്ഥലത്തിന്റെ പേര് ബ്രാഹ്മണ സമുദായത്തിന്റെ ഹാളാണ്. അവിടെ യോഗ പഠിക്കാൻ വന്നപ്പോ ഫ്രണ്ടിൽ ആ പയ്യൻ വന്നിരുന്നു. ചെറിയ IQ പ്രശ്നം കണ്ടു. ആദ്യം തന്നെ ചെറിയൊരു പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നാളെ എനിക്ക് കാണണം, ഇയാളുടെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞല്ലേ. ഇത് അച്ഛൻ ഇതുവരെ ഒന്നില്ല, അത് വേറെ കാര്യം. ആണോ? അപ്പോ ഇങ്ങനെ ചോദിച്ചു, അമ്മ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഡോക്ടറാണോ ഗൈനക്കോളജിസ്റ്റ് ആണോ എനിക്ക് അറിയില്ല, ഞാൻ ഒന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കുട്ടിയെ കൺസീവ് ചെയ്ത കുട്ടിയെ മാറ്റി നിർത്തും, നമുക്ക് യോഗ പഠിപ്പിക്കുന്ന ഒരു കാര്യം ചോദിക്കാനെന്ന് പറഞ്ഞു. നിങ്ങൾ കുട്ടിയെ കൺസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. റെസ്റ്റ് ആയി എന്തെങ്കിലും ഒരു ഭാര്യയില്ല, എന്റെ അച്ഛൻ അമ്മ മരിച്ച സമയമാണ്. അപ്പൊ അച്ഛൻ ആഹാരം ഉണ്ടാക്കണം, ഞാൻ MD പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൺസീവ് ചെയ്തത്. ഞാൻ ഉറങ്ങിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഡെലിവറി ആയി, കുട്ടി വളർന്നു. കുട്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഇരിക്കട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഡോക്ടറൊക്കെ ആയിട്ട് ആ ബോധം ഉണ്ടായില്ലല്ലോ, അല്ലെ? സാഹചര്യങ്ങൾ നേരിടാൻ പറ്റിയില്ലല്ലോ. പിന്നെ വിധിയെ പഠിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. എന്താ വേണ്ടത്? അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ വേണ്ടെന്ന് പറഞ്ഞ കോൺഷ്യസ്നസ്, ബോധം, അവബോധം, ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത് ജീവിക്കാനായിട്ട്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ അവയർനെസ് കൂട്ടാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ ബോഡിയില് കാലിന്റെ ഫുഡ് ഫിംഗേഴ്സ്, കാലിന്റെ വിരലുകൾ മുതൽ അവയർനെസ് വരുന്ന റിസപ്റ്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ആ ഏരിയയില് അങ്ങോട്ട് ആ അവയർനെസ്സിനെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട് സ്കിന്നില്, അല്ലെ? ഇപ്പൊ യോഗ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് ശരിയായിട്ട് ഒരു ഓറിയന്റേറ്റ് ചെയ്യും, അല്ലെ? അപ്പോ യോഗയ്ക്ക് എന്താ സാധ്യതയുള്ളത്? അത് വളരെ ബൃഹത്തായ ഒരു കാര്യമാണ്, ചെറിയൊരു കാര്യമല്ല. ആണോ? അപ്പൊ കുറച്ച് ആസനങ്ങൾ പഠിച്ച ശേഷം, ഫിസിക്കലി ആസനങ്ങൾ പഠിച്ച ശേഷം പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് യോഗയായില്ല. നിങ്ങളുടെ ധാരണകളാണ്. ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരണ ഈ ചിന്താഗതികളൊക്കെ അതിലാണ് വരുന്നത്. ധാരണ, ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തീരുമാനങ്ങൾ, ധാരണകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.